ഇന്ന് നമ്മൾ 5th ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഓൺ എക്സാമിൻ്റെ. ആക്ടിവിറ്റി 1, ഒബ്സർവ് ദ പിക്ചർ നോക്കിയിട്ട് റൈറ്റ് ഡൗൺ എനി 3 പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ വില്ലേജ് ഫ്രം ദി പിക്ചർ. ഏതൊക്കെയാണ്? ഫാമിങ്, സിമ്പിൾ ഹൗസിങ്, കമ്മ്യൂണിറ്റി ഗാദറിങ്. പിന്നെ ഒരുപാട് അതിനകത്തുണ്ട്. ടൂൾസിനെ പറ്റിയൊക്കെ എഴുതാൻ നിങ്ങൾക്ക്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, ലൈക്ക് ദ മാർക്കറ്റ് ഇൻ പീലീസ് വില്ലേജ്, വാട്ട് ആർ ദ വേസ് ഇൻ യുവർ വില്ലേജ് ഇൻ ടു എക്സ്ചേഞ്ച് ഗുഡ്സ്? പീലിയുടെ വില്ലേജിലെ മാർക്കറ്റിലെ പോലെ നിങ്ങളുടെ വില്ലേജിലെ ഗുഡ്സുകൾ, സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന വഴി എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതിൽ 2 എഴുതിയാൽ മതി. ഒന്ന് കമ്മ്യൂണിറ്റി സ്റ്റോഴ്സുകൾ, രണ്ടാമത്തത് ലോക്കൽ മാർക്കറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. യൂസ് ഓഫ് ഫയർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. അവർ തീ കണ്ടുപിടിച്ചത് അവരുടെ ഫുഡ് പാറ്റേൺ വളരെ ഒരു ലാൻഡ്മാർക്കായിരുന്നു. നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ചേഞ്ചസ് ഡസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫുഡ് പാറ്റേൺ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആഫ്റ്റർ യൂസിങ് ഫയർ ഫോർ കുക്കിംഗ്. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടി നമുക്കറിയാം അവർ എന്തുപയോഗിച്ചിരുന്നു? ഫയർ ഉപയോഗിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇത് ഫയർ ഉപയോഗിക്കാതിരുന്ന ഇൻസിഡൻ്റാണ് ഈ പറയുന്നത്. അതായത് ഓഡ് വൺ ഔട്ട്. കുക്ക് ആൻഡ് ഈറ്റ്, അപ്പോൾ ഫയർ വേണം. റോസ്റ്റ് ആൻഡ് ഈറ്റ്, ഫയർ വേണം. ബോയിൽ ആൻഡ് ഈറ്റ്, ഫയർ വേണം. അപ്പോൾ ഓഡ് വൺ ഔട്ട് ഏതാണത്? ഈറ്റ് റോ എന്ന് വെച്ചാൽ എന്താണ്? പച്ചയ്ക്ക് കഴിക്കുന്നത്. അതായത് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇതിനകത്ത് അവർ ആ തീ കണ്ടുപിടിക്കുന്നതിന് ആ ഫുഡ് പാറ്റേൺ മുമ്പുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഒബ്സർവ് ആൻഡ് അറേഞ്ച് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദി നൊമാഡിക് മാൻസ് യൂസിങ് ഓഫ് ഫയർ. നോക്ക്, യൂസ് ഓഫ് ഫയറിൻ്റെയാണ് ആദ്യം വരുന്നത്. ഇതിനകത്ത് അവർ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ അത് ക്രമപ്പെടുത്തിയാണ് എഴുതേണ്ടത്. ആദ്യം എന്താണ്? ദേ എയ്റ്റ് ദ ബേൺഡ് മീറ്റ്സ് ഓഫ് ഡെഡ് ആനിമൽസ് ഇൻ വൈൽഡ് ലൈഫ്. അവർ ബേൺഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചുട്ട ഇറച്ചി. അപ്പോൾ കാട്ടിൽ തീ വരുന്ന സാഹചര്യത്തിലൊക്കെ ആയിരിക്കും ഇറച്ചിക്ക് ഇറച്ചി ചുടുന്നത് കാട്ടുതീയൊക്കെ വരുന്ന സാഹചര്യത്തിൽ. അതാണ് ആദ്യമേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായതിന് ശേഷമായിരിക്കും അവർ പിന്നീട് എങ്ങോട്ട് തിരിഞ്ഞത്? ആഹാര സാധനങ്ങൾ വേവിച്ച് കഴിക്കണം എന്നൊരു ചിന്ത അവർക്ക് വന്നത്. നെക്സ്റ്റ് നമുക്ക് എഴുതാം, ലേൺ ടു യൂസ് ഫയർ ഇൻ കൺട്രോൾഡ് മാനറിൽ അവർ ഫയർ യൂസ് ചെയ്യാൻ പഠിച്ചു. പിന്നെ പഠിക്കുന്നത് ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് ഫിഷ് മീറ്റ് എക്സെട്ര. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, 2 പിക്ചർ തന്നിട്ടുണ്ട്. ഒന്ന് ഗോഡൗണിൻ്റെ പിക്ചറും വേറൊന്ന് സൂപ്പർ മാർക്കറ്റുമാണ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒബ്സർവ് ദ പിക്ചർ ഷോയിങ് ദി സ്റ്റോറേജ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് മെറ്റീരിയൽസ് ടുഡേ. അപ്പം നമ്മുടെ ഇന്നത്തെ കാലത്തെ ഫുഡിൻ്റെ ഫുഡിൻ്റെ എക്സ്ചേഞ്ചും കൈമാറ്റവും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുമാണ് ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ. വാട്ട് വെയർ ദ വേസ് ഇൻ വിച്ച് നൊമാഡ്സ് യൂസ്ഡ് ടു സ്റ്റോർ എക്സസ് ഫുഡ്, പ്രിപ്പയർ എ നോട്ട്. അതായത് ഇന്നത്തെ കാലത്തെ ഫുഡിൻ്റെ എക്സ്ചേഞ്ച് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നു. അതുപോലെ തന്നെ ആ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ അവരുടെ ഗോഡൗണിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ പണ്ടത്തെ കാലത്ത് നൊമാഡ്സ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുന്നവരുടെ എങ്ങനെയായിരുന്നു അവർ എക്സസ് ഫുഡ്, അധികം വന്ന ഫുഡ് സ്റ്റോറേജ് ചെയ്ത് വെച്ചിരുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ടെക്സ്റ്റിൽ തന്നെ കിടപ്പുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. നമുക്ക് നോക്കാം. യൂസ്ഡ് ക്ലേ പോട്ട്സ് അല്ലേ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടങ്ങളിലായിരുന്നു അവർ സൂക്ഷിച്ച് വെച്ചിരുന്നത്. ബാഗ്സ് മെയ്ഡ് ഓഫ് അനിമലിൻ്റെ സ്കിന്ന് കൊണ്ടുണ്ടാക്കിയ ബാഗുകളിൽ. ബാസ്ക്കറ്റ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്. അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തായിരുന്നു അവർ ഫുഡ് സൂക്ഷിച്ച് വെച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ മാനർ ഇൻ വിച്ച് ഗുഡ്സ് വെയർ എക്സ്ചേഞ്ച്ഡ് ബിഫോർ കോയിനേജ്
കോയിൻ സിസ്റ്റം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അതായത് പണം കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടത്തുന്നത്. അപ്പം നമ്മൾ പൈസയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഈ പൈസ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയാണ് ഈ കോയിനേജ് സിസ്റ്റം വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഗുഡ്സുകൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാർട്ടർ സിസ്റ്റവും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ബാർട്ടർ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ, കുറേ പിക്ചേഴ്സുകൾ തന്നിട്ടുണ്ട്. ഡോക്ടറിൻ്റെ, കൺസ്ട്രക്ഷൻ വർക്കർ, ടീച്ചർ, പോലീസ്, വുഡ് കട്ടർ, ഹെഡ് ലോഡ് വർക്കർ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ആൻഡ് ലിസ്റ്റ് ദ പേഴ്സൺ ഹു ആർ എൻഗേജ്ഡ് ഇൻ മന്ത്ലി വേജസ് ആൻഡ് ഡെയിലി വേജസ് എംപ്ലോയ്മെൻറ്റ്. നമുക്കെന്നറിയാം മാസം ശമ്പളം കിട്ടുന്നത് ഡെയിലി വേജസിന് കിട്ടുന്നവരെയും പറ്റി തരംതിരിക്കാനാണ്. മന്ത്ലി വേജസ് ആണ് പോലീസ്, ടീച്ചർ, ഡോക്ടർ. ഡെയിലി വേജസ് കിട്ടുന്ന വുഡ് കട്ടർ, ഹെവി ലോഡ് വർക്കർ, കൺസ്ട്രക്ഷൻ വർക്കർ. നെക്സ്റ്റ് ഏതാണ്? വാട്ട് യു മീൻ ബൈ എംപ്ലോയ്മെൻറ്റ്? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. സെലക്ട് ദ വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു ദി ഇൻകം ഫ്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയാം? ഡിവിഡൻഡ് ആണെന്നറിയാം. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെ വാട്ട് ഡു യു മീൻ ബൈ എംപ്ലോയ്മെൻറ്റ്, അതിൻ്റെ ആൻസർ നോക്കാം. എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. വരുമാനത്തിന് വേണ്ടി നമ്മൾ ഇൻ്റലക്ച്വലി ബുദ്ധിപരമായിട്ടോ ഫിസിക്കലി കായികമായിട്ടോ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇൻകത്തിന് വേണ്ടിയിട്ട്, വരുമാനത്തിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 5 ആണ്. രണ്ട് കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷനാണ്. പീലി, വിത്തൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി ഹൗ വിൽ യു പ്ലേ എ ഗെയിം? അപ്പോൾ അറിയാലോ, നെറ്റ്വർക്ക് കവറേജോ വൈഫൈ കണക്ഷനോ ഇല്ലാതെ എങ്ങനെ ഗെയിം കളിക്കുമെന്ന്. ഹൗ ഡു യു ബി ഹാപ്പി വിത്തൗട്ട് ഗെയിം? എങ്ങനെയാണ് നിങ്ങൾ ഗെയിമിൻ്റെ അഭാവത്തിൽ എങ്ങനെ ഹാപ്പി ആവും? ഇഫ് യു വെയർ ഇൻ ദ സിറ്റി യു കുഡ് ഹാവ് ഡൺ മെനി തിങ്സ്. നീ സിറ്റിയിലായിരുന്നുവെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദി സിറ്റി. അപ്പം മറ്റേ കുട്ടി പറയുകയാണ്, ഈ പീലിയുടെ വില്ലേജ് അല്ലേ, അപ്പോൾ ഈ വില്ലേജ്, ഈ ഗ്രാമം എന്ന് പറയുന്നത് സിറ്റിയെക്കാളും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് മറ്റേ കുട്ടി പറയുന്നത്. അപ്പം ഹാവിൻ യു റീഡ് ദി കോൺവെർസേഷൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാവിൻ യു സീൻ ദ എൻ്റർടൈൻമെൻറ്റ് ഇൻ പീലീസ് വില്ലേജ്? ലിസ്റ്റ് ദ നെയിം ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഇൻ യുവർ വില്ലേജ്. അപ്പോൾ പീലിയുടെ വില്ലേജിലെ എൻ്റർടൈൻമെൻറ്റുകൾ നിങ്ങൾ കണ്ട് അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ വില്ലേജിലെ എൻ്റർടൈൻമെൻറ്റിനെ പറ്റിയുള്ള ലിസ്റ്റ് തയ്യാറാക്കാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഓൺലൈൻ ഗെയിം ആൻഡ് ദ എൻ്റർടൈൻമെൻറ്റ് യു ഹാവ് സീൻ ഇൻ പീലീസ് വില്ലേജ്. മേക്ക് എ നോട്ട് ഓൺ ഇറ്റ്സ് മെരിറ്റ് ആൻഡ് ഡിമെരിറ്റ്സ്. അതായത് പീലിയുടെ വില്ലേജിലെ എൻ്റർടൈൻമെൻറ്റ്സും അതുപോലെ തന്നെ ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ്സും തമ്മിലുള്ള മെരിറ്റ്സും ഡിമെരിറ്റ്സും. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പീലിയുടെ വില്ലേജിലെ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ കണ്ടു. ഇനി നിങ്ങളുടെ വില്ലേജിലെ എൻ്റർടൈൻമെൻറ്റിനെ പറ്റി എഴുതാനാണ്. ഫുട്ബോൾ എഴുതാം, കബഡി എഴുതാം, ഹൈഡ് ആൻഡ് സീക്ക്, മാർബിൾ ഗെയിം, ക്യാരം, സ്നേക്ക് ആൻഡ് ലാഡർ. നിങ്ങളുടെ വില്ലേജിൽ ഏതൊക്കെ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റുകളുണ്ടോ, അപ്പോൾ ഇത് തന്നെ ഞാൻ എഴുതി തന്നെ വരണമെന്നില്ല. നിങ്ങളുടെ വില്ലേജിലുള്ള എൻ്റർടൈൻമെൻറ്റിനെ പറ്റി നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലൈൻ ഗെയിമിൻ്റെ മെരിറ്റ്സ്. ഓൺലൈൻ ഗെയിംസ് ഇംപ്രൂവ് തിങ്കിങ് സ്കില്ല്. എൻ്റെ ഡിമെരിറ്റ്സ് കോസ് അഡിക്ഷൻ ആവും നമുക്ക് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പീലീസ് വില്ലേജിലെ എൻ്റർടൈൻമെൻറ്റ് ഏതാണ്? ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻസ്, സ്വിമ്മിങ് ഇൻ ദ ലോക്കൽ പോണ്ട്, വീക്ക്ലി മാർക്കറ്റ്സ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ മെരിറ്റ്സ് എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് സോഷ്യൽ സ്കില്ലാണ്. ഡിമെരിറ്റ്സ് മേ ബി ഡേഞ്ചറസ് ആണ്. സ്വിമ്മിങ് എന്നൊക്കെ പറയുന്നത് ചില സമയത്ത് ഡേഞ്ചറസ് ആയി മാറും. ആക്ടിവിറ്റി 6, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ക്ലോത്ത് മാനുഫാക്ചറിങ് സെക്ടർ. ഫൈബർ യൂസ് ടു മേക്ക് ക്ലോത്ത്. അപ്പം നാച്ചുറൽ ഫൈബറും ഉണ്ട്, സിന്തറ്റിക് ഫൈബറും ഉണ്ട്, അനിമൽ ഫൈബേഴ്സും ഉണ്ട്, പ്ലാന്റ് ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ പ്ലാന്റ് ഫൈബേഴ്സിൽ വരുന്നതാണ് കോട്ടണും ജൂട്ടും. അനിമൽ ഫൈബേഴ്സിൽ വരുന്നതാണ് സിൽക്കും വൂളും. പിന്നെ വരുന്നത് സിന്തറ്റിക് ഫൈബേഴ്സ്. ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം മീനിങ് നാരുകൾ. പിന്നീട് അത് നൂലുകളാക്കി മാറ്റും. ഈ നാരുകൾ പിന്നീട് നൂലുകളാക്കി മാറ്റും. അതായത് പരുത്തിയിൽ നിന്നും
ചെമ്മരിയാടിൽ നിന്നൊക്കെയുള്ള അതിൻ്റെയൊക്കെ രോമങ്ങൾ പിന്നീട് എന്ത് സംഭവിക്കും, അവർ നൂലുകളാക്കി മാറ്റും. ഒരുപാട് പ്രോസസ്സിലൂടെ പോയി നൂലുകളാക്കി മാറ്റും. അപ്പോൾ എന്താണ്, നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സും ഉണ്ട്. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്, അതായത് പരുത്തി, അത് കഴിഞ്ഞിട്ട് അനിമൽസിൽ നിന്ന് കിട്ടുന്നതുണ്ട്, അതായത് ഷീപ്പിൽ നിന്നും. പിന്നീട് എന്താണ്, വേറൊന്നേതാണ്, പട്ടുനൂൽ പുഴുവിൽ നിന്നും കിട്ടുന്നു. അങ്ങനെയൊക്കെയുള്ള നാരുകളുണ്ട്. പിന്നീട് അത് അവരെന്തായാലും ത്രെഡാക്കി മാറ്റും, നൂലാക്കി മാറ്റും. പിന്നെ സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ലബോറട്ടറികളിൽ ഉണ്ടാക്കുന്നതാണ് സിന്തറ്റിക് ഫൈബേഴ്സ്. അതും നാരുകളാണ്. അതും നമ്മൾ ക്ലോത്ത് മേക്കിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് പോളിസ്റ്റർ, നൈലോണ്. നെയിം എ ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ കേരള. കേരളത്തിലുള്ള ഒരു ഹാൻഡ്ലൂം സെൻറ്ററിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. ഒത്തിരി ഉണ്ട്, പക്ഷേ ഒരെണ്ണം എഴുതിയാൽ മതി. ബാലരാമപുരം ഹാൻഡ്ലൂം വില്ലേജ്, തിരുവനന്തപുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. കംപ്ലീറ്റ് ദ ഐഡൻറ്റിഫൈ കാർഡ് ഗിവൺ റിലേറ്റഡ് ടു ഫുഡ് ഐറ്റംസ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ് ഫുഡ് ഐറ്റം? പൈനാപ്പിൾ. നേറ്റീവ് പ്ലേസ് എവിടെ നിന്നാണ് വന്നത്? സൗത്ത് അമേരിക്ക. ദ പീപ്പിൾ ഹൂ ബ്രോട്ട് ടു ഇന്ത്യ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. സ്പീഷീസ്, ഫ്രൂട്ട്സ്. മേക്ക് എ ടേബിൾ ഓഫ് ഫുഡ് ഐറ്റംസ് ദാറ്റ് കെയിം ടു ഇന്ത്യ ആസ് പാർട്ട് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഐറ്റംസ്. റൈറ്റ് എനി 4. 4 എണ്ണത്തിനെ പറ്റി നമ്മൾ എഴുതണം. അപ്പം 4 ഫുഡ് ഐറ്റംസിൻ്റെ പേര് എഴുതണം. എങ്ങനെയാണ്? എക്സ്ചേഞ്ച് വഴി, മറ്റുള്ള രാജ്യത്തിൽ നിന്ന് ഇവിടെ വന്നത്. ഏതൊക്കെ അറിയാം? ടെക്സ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. ഗുവയുണ്ട്, പപ്പായയുണ്ട്, ടീ ഉണ്ട്, കാഷ്യൂനട്ടുണ്ട്, അല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ പേര് എഴുതി വയ്ക്കാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്കറിയാവുന്നത് അതിൻ്റെ പേര് നിങ്ങൾ എഴുതുക. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസുകളെല്ലാം ട്രേഡ് വഴിയും അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് വഴിയൊക്കെ നമ്മുടെ രാജ്യത്ത് വന്നതാണ്, ഇന്ത്യയിൽ വന്നതാണ്.